ഇത്തരത്തിൽ രാവിലെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് ആക്രമണം കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ബഹ്റൈനിൽ 2 തവണ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അത്തരത്തിൽ നടക്കുന്നതാണ്. സാധാരണഗതിയിൽ 3 തവണയാണ് ആക്രമണം ഉണ്ടാവുക. ഇതുവരെ എന്തായാലും 2 തവണയാണ് ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ കുവൈറ്റിലും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി എന്തായാലും സൗദി അറേബ്യയിൽ കാര്യമായിട്ടുള്ള ആക്രമണ ശ്രമം ഉണ്ടായിട്ടില്ല. ഒരു ത്രെറ്റ് ഉണ്ടാകുന്ന തരത്തിൽ, വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലൊന്നും സൗദി അറേബ്യയിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഒപ്പം തന്നെ ഖത്തറിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആക്രമണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. UAE-യിൽ ഈ ആക്രമണം ഉണ്ടായതിൻ്റെതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇന്നലെ ആകെ 10-ലധികം പേർക്ക് ഇന്നലെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അത് പല സമയങ്ങളിലായി ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു ഉച്ചവരെ. അപ്പോൾ അതിനിടയിൽ ഉണ്ടായ ആക്രമണത്തിലുള്ള പരിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇറാന്റെ സൈനിക നേതാക്കളെയൊക്കെ വധിച്ചു എന്നുള്ളൊരു അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സ്ഫോടന ദൃശ്യങ്ങളൊക്കെയും പങ്കുവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇറാനെ മോശമായും ഒപ്പം തന്നെ വിവേകശൂന്യമായും നയിച്ച നിരവധി സൈനിക നേതാക്കളെയും മറ്റു പലരെയും ഒക്കെ ടെഹ്റാനിൽ നടന്ന ആക്രമണത്തോടു കൂടി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാനായി അമേരിക്ക നൽകിയ അന്ത്യശാസനം അത് ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ കഴിയുകയാണ്. അപ്പോൾ ഇറാൻ ഏതു തരത്തിലാകും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കയുടെ ആവശ്യത്തിന് വഴങ്ങുക എന്നുള്ള ഒന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അപ്പോൾ ഏതു തരത്തിലാകും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തിരിച്ചടിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം പ്രധാനപ്പെട്ട ഈ ആണവോർജ കേന്ദ്രങ്ങളിലും ഇറാന്റെ കീ പോയിന്റുകളിൽ പലതിലും ആക്രമിക്കാനായി ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്നും അതിന് അമേരിക്കയുടെ ഒരു അനുമതി തേടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയും രാവിലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ആക്രമണത്തിന്റെ എണ്ണത്തിൽ ആകെ പല സ്ഥലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. അനിൽ.